അപ്പോൾ ഈ പ്രാവശ്യത്തെ വെക്കേഷൻ എവിടെ പോകണം എന്നറിയാണ്ട് ഞങ്ങൾ വണ്ടി വിട്ടു കൊച്ചിയിലോട്ട്. അപ്പോൾ തൃശ്ശൂരിൽ നമുക്ക് ഡിസ്റ്റൻസ് കുറവായതുകൊണ്ട് ഒരു ബൈക്ക് റൈഡ് ആവാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊരു ബുള്ളറ്റൊക്കെ എടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഫോർട്ട് കൊച്ചിയിലെ ബീച്ച് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് നമ്മൾ വൈപ്പിനിലെത്തി, അവിടുന്ന് ജങ്കാറിലാണ് പോകുന്നത്. അപ്പോൾ അത് ഞങ്ങൾ ബീച്ചിലൊക്കെ എത്തി. അതിങ്ങനെ വിശാലമായി കടൽ കിടക്കുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച്, നല്ല വെയിലുണ്ടായിരുന്നു, പിന്നെ ചൂടെടുക്കുന്നതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ ഡ്രസ്സൊക്കെ വേറെ മേടിച്ച് മാറി. അപ്പോൾ ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല അടിപൊളി സ്പോട്ട് ആയതുകൊണ്ട് ഞങ്ങളൊന്ന് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ആണ് തിരിച്ചു പോകുന്നത്. നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് വരുമ്പോഴേക്കും ഒരു നേരം ആവുമല്ലോ, അപ്പോഴേക്കും ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ അപ്പുറത്ത് കടന്ന്, അപ്പോൾ യൂട്യൂബിൽ നിന്നൊരു സജഷൻ കിട്ടിയതാണ് അറബിക്കടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ. അപ്പോൾ എന്നാൽ ശരി അത് ട്രൈ ചെയ്യാമെന്ന് വെച്ചാൽ അവിടെ കയറി. സജഷൻ കറക്റ്റിനായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു. നല്ല ഫിഷ് ഫ്രൈ നല്ലോണം മൊരിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. നാടൻ മീൻകറി, നാടൻ കറികളൊക്കെ ആയിട്ട് ഞങ്ങളത് നല്ലോണം എൻജോയ് ചെയ്ത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയി ലുലുവിലേക്ക്. ഇനിയിപ്പോൾ കൊച്ചി എത്തിയിട്ട് ലുലു മോൾ കണ്ടില്ല എന്ന് വേണ്ട. അപ്പോൾ അവിടെയും പോയി. അവിടെ നിന്ന് ഞങ്ങളെന്തോ കഴിച്ചു, ഫുഡ് കോർട്ടിൽ നിന്ന് ഷേക്ക് എന്തോ ആണ്, അതൊക്കെ കഴിച്ച് ഞങ്ങളത് ടാറ്റ ബൈ ബൈ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇനി പോവുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ വണ്ടി വിട്ടു അതിരപ്പള്ളിയിലേക്ക്. അപ്പം ഞങ്ങൾ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുള്ളത് അതിരപ്പള്ളിയിലാണ്. അതിരപ്പള്ളിയിൽ സ്റ്റെർലിംഗ് അതിരപ്പള്ളി എന്ന റിസോർട്ടാണ്. അപ്പോൾ ഈ ക്ലൈമറ്റ് ഏതാണ്ട് മഴ പെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയായിരുന്നു. പക്ഷെ ഞങ്ങൾക്കത് ഗുണമായി, കാരണം നല്ല ക്ലൈമറ്റ്, നല്ല റൈഡിൽ പോകാൻ പറ്റിയൊരു ക്ലൈമറ്റ് ഞങ്ങൾ എൻജോയ് ചെയ്തു. സൈഡിൽ നല്ല പച്ചപ്പും ഹരിതവും ഒക്കെ എൻജോയ് ചെയ്ത് ഞങ്ങൾ ഈ റിസോർട്ടിലെത്തി. അപ്പോൾ വെൽക്കം ഡ്രിങ്കും പിന്നെ ഞങ്ങൾക്ക് വെറ്റ് ടിഷ്യൂവും തന്നു അവർ. ഇതാണ് ഞങ്ങളുടെ റൂം. ഞാനൊന്ന് കയറി കുറച്ച് അലങ്കോലമാക്കിയിട്ടുണ്ട്. പക്ഷെ നല്ല ഫ്രഷ്, നല്ല ഫ്രേഗ്രൻസ്, നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് ബാൽക്കണിയിലത്തെ വ്യൂ കാണാം. ഈ മുന്നിൽ തന്നെ നമുക്കിങ്ങനെ പച്ചപ്പ് നിറഞ്ഞിരിക്കുകയാണ്. അവിടുന്ന് സൈഡിൽ കൂടെ ഒന്ന് നോക്കിയാൽ നമുക്ക് റിവർ കാണാം, ഐ മീൻ പുഴ കാണാം. അതന്നെ ബാത്റൂമിൻ്റെ വീഡിയോ ഞങ്ങൾക്ക് എവിടെയോ മിസ്സായിപ്പോയി. പക്ഷേ ഈ ഫോട്ടോസിൽ കാണുന്നപ്പോൾ എക്സാക്ട്ലി ഇതുപോലെ തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പുറത്ത് ഗ്രീൻ വാലി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ പോയി. തിരിച്ച് വന്ന് ഞങ്ങൾ നെറ്റ്ഫ്ലിക്സ് സിനിമയൊക്കെ കണ്ട് അങ്ങനെ രാത്രി അവിടെ ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ എന്നിട്ട് കോഫിയൊക്കെ കുടിച്ച് പിന്നെ ആ പുഴ കാണാൻ പോയി. സ്വിമ്മിംഗ് പൂൾ എൻജോയ് ചെയ്യാൻ പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് പിന്നെ വെള്ളച്ചാട്ടം കാണാൻ പോയി. ഞങ്ങൾ ടാറ്റ ബൈ ബൈ എന്ന് പറഞ്ഞ റിസോർട്ടിനോട് വിട പറഞ്ഞു. അങ്ങനെ ഇതായിരുന്നു ഞങ്ങളൊരു ഷോർട്ട് ട്രിപ്പ്.